തുടർച്ചയായ നാലാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് നൽകി. ത്രൂ ഔട്ട് ദ സെഷൻ മാർക്കറ്റ് ഒരു റേഞ്ച് ബൗണ്ട് മൂവ്മെൻ്റ് ആണ് കാഴ്ചവെച്ചതെങ്കിലും ഇന്ന് ഇൻഡെക്സ് 22,400 മുകളിൽ പോസിറ്റീവ് ക്ലോസിംഗ് നൽകി. ബാങ്ക് നിഫ്റ്റി 0.46%, സ്മാൾ ക്യാപ് ഇൻഡെക്സ് 0.79% ഉയർന്നു. ഇന്നത്തെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ പരിശോധിച്ചാൽ 1365ഓളം സ്റ്റോക്കുകളിൽ ബൈയിങ് മൊമെൻറ്റവും 841ഓളം സ്റ്റോക്കുകളിൽ സെല്ലിംഗ് പ്രഷറുമാണ് കാണാൻ സാധിച്ചത്. മാർക്കറ്റിൻ്റെ ശ്രദ്ധ മിഡിൽ ഈസ്റ്റിലെ ടെൻഷനിൽ നിന്നും കോർപ്പറേറ്റ് ഏണിങ്ങിലേക്ക് മാറിയതിൻ്റെ പശ്ചാത്തലത്തിൽ വോളറ്റിലിറ്റി ഇൻഡെക്സ് 10.2 എന്ന ലെവലിലേക്ക് ഇടിയുകയും ചെയ്തു. വരും സമയങ്ങളിൽ സ്ട്രോങ് PMI ഡാറ്റ കൂടി വരുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ 22,500 എന്ന ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് മാർക്കറ്റ് മറികടക്കും എന്നാണ് പല അനലിസ്റ്റുകളും പറയുന്നത്. 22,500 മറികടക്കുകയാണെങ്കിൽ 22,780, 22,800 തുടങ്ങിയ ലെവലുകൾ റീടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതേസമയം 22,350 മാർക്കറ്റിൻ്റെ പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കുകയും ചെയ്യും. ആദ്യം തന്നെ ഇന്ത്യ വിക്സ് 5 മാസത്തെ ഏറ്റവും താഴ്ന്ന ലെവലിലേക്ക് ഇടിഞ്ഞതിന് പിന്നിലെ ചില പ്രധാന കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ മനസ്സിലാക്കാം. ഇന്ത്യയുടെ മാത്രം വോളറ്റിലിറ്റി ഇൻഡെക്സിലല്ല ഇടിവ് വന്നിരിക്കുന്നത്. ഗ്ലോബലി ഒട്ടുമിക്ക മാർക്കറ്റുകളുടെയും ഇൻഡിസസിൽ അല്ലെങ്കിൽ വോളറ്റിലിറ്റി ഇൻഡെക്സിൽ ഇടിവ് വന്നിട്ടുണ്ട്. അമേരിക്കയുടെ വോളറ്റിലിറ്റി ഇൻഡെക്സ് കഴിഞ്ഞ ദിവസം 10%-ഓളമാണ് കറക്റ്റായത്. വോളറ്റിലിറ്റി ഇൻഡെക്സ് കൂളായതിന് പിന്നിലെ ഏറ്റവും പ്രധാന കാരണം മിഡിൽ ഈസ്റ്റിലെ സംഘർഷം ഏറെക്കുറെ അവസാനിച്ചു എന്ന അപ്ഡേറ്റ് മൂലമാണ്. ഇസ്രായേലിനെതിരെ ഒരു റിട്ടാലിയേറ്റ് ആക്ഷന് ഇറാൻ ഇല്ല എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് വന്നതോടുകൂടി മിഡിൽ ഈസ്റ്റ് ഏകദേശം ശാന്തമാവുകയും അമേരിക്കയുടെ വോളറ്റിലിറ്റി ഇൻഡെക്സിൽ 10%-ഓളം കറക്ഷൻ വരികയും ചെയ്തു. അത് ഇന്ത്യയുടെ വിക്സും ഇടിയുന്നതിന് പിന്നിലെ പ്രധാന കാരണമായി. രണ്ടാമത്തേത്, സാധാരണഗതിയിൽ ഇലക്ഷൻ സമയത്ത് നടക്കുന്ന രീതിയിലുള്ള ഒരു അൺസർട്ടനിറ്റി ഇപ്പോൾ ഇല്ല. പ്രതിപക്ഷത്തിൻ്റെ വീക്ക് പെർഫോമൻസ് മൂലം ഇപ്രാവശ്യവും BJP തന്നെ തുടർഭരണം നടത്തിയേക്കും എന്നുള്ള അപ്ഡേറ്റുകളാണ് വരുന്നത്. ഈ അപ്ഡേറ്റുകൾ മാർക്കറ്റിൽ ഏറെക്കുറെ ഫാക്റ്റേഡ് ആവുകയും ചെയ്തു. ഇതും ഇന്ത്യ വിക്സിനെ കൂൾ ഓഫ് ആകുന്നതിന് പിന്നിലെ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. മൂന്നാമത്തേത്, മെയ് എക്സ്പയറിയിലേക്ക് നിഫ്റ്റിയുടെ ലോട്ട് 50-ൽ നിന്നും 25-ലേക്ക് കുറച്ചത് ലിക്വിഡിറ്റി ഉയരുന്നതിനും വിക്സ് കൂൾ ഓഫ് ആകുന്നതിനും പിന്നിലെ ഒരു പ്രധാന കാരണമായിട്ടാണ് അനലിസ്റ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ആക്ഷനുകളുടെ അല്ലെങ്കിൽ ഈ 3 അപ്ഡേറ്റുകളുടെയും കളക്റ്റീവ് ആക്ഷൻ എന്ന നിലയിലാണ് ഇന്ത്യ വിക്സ് കൂൾ ഓഫ് ആയിരിക്കുന്നത്. ഇന്നത്തെ സെക്ടോറിയൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ മെറ്റൽ സെക്ടറാണ് ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചത്. 2%-ഓളം മെറ്റൽ സെക്ടർ ഉയർന്നു. PSU ബാങ്ക്, ഓട്ടോ, IT തുടങ്ങിയ ഇൻഡിസസുകളും ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചു. ഇൻഫ്ര, എനർജി, ഫാർമ തുടങ്ങിയ സെക്ടറുകളിൽ ബൈയിങ് മൊമെൻറ്റം കാണാൻ സാധിക്കുകയും ചെയ്തു. ഇനി വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും സമയങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ഒരു സ്റ്റോക്കിലേക്ക് കടക്കാം. സ്റ്റോക്കിൻ്റെ പേര് കോൾ ഇന്ത്യ ലിമിറ്റഡ്. ഇന്ന് കോൾ ഇന്ത്യ 0.74% ഉയർന്ന് 444 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. കോൾ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് 2 ന്യൂസുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഒരു പോസിറ്റീവ് ന്യൂസും ഒരു നെഗറ്റീവ് ന്യൂസും. കോൾ ഇന്ത്യയുടെ 52 വീക്ക് ഹൈ 487, 52 വീക്ക് ലോ 223. ആദ്യം തന്നെ കോൾ ഇന്ത്യയുമായി ബന്ധപ്പെട്ട നെഗറ്റീവ് ന്യൂസിലേക്ക് കടക്കാം. കോൾ ഇന്ത്യയുടെ ടോപ്പ് ക്ലയൻറ്റ് വഴിയുള്ള കോൾ പർച്ചേസ് അല്ലെങ്കിൽ കോൾ വാങ്ങൽ വരുന്ന 2 വർഷത്തിനുള്ളിൽ 20 മുതൽ 58% വരെ ഇടിഞ്ഞേക്കും എന്നുള്ള കോൾ മിനിസ്ട്രിയുടെ റിപ്പോർട്ടാണ് കോൾ ഇന്ത്യയെ സംബന്ധിക്കുന്ന പ്രധാന നെഗറ്റീവ് അപ്ഡേറ്റ്. വരും സമയങ്ങളിൽ കോളിൻ്റെ ഡിമാൻഡ് ഉയർന്നേക്കുമെങ്കിലും കോൾ ഇന്ത്യ എന്ന കമ്പനി വഴിയുള്ള കോൾ പർച്ചേസ് ഇടിഞ്ഞേക്കും എന്നാണ് കോൾ മിനിസ്ട്രി പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത്. ഇതിന് പിന്നിലെ പ്രധാന കാരണം കോൾ ഇന്ത്യയുടെ ടോപ്പ് 50 ബയേഴ്സിന് ക്യാപ്റ്റീവ് മൈനുകൾ അലോട്ടായിട്ടുണ്ട്. ഈ ക്യാപ്റ്റീവ് മൈനുകളിൽ നിന്നും വരുന്ന 1 മുതൽ അല്ലെങ്കിൽ 1 വർഷത്തിനുള്ളിൽ പ്രൊഡക്ഷൻ ആരംഭിക്കും. ഇതുമൂലം കോൾ ഇന്ത്യ വഴിയുള്ള കോൾ പർച്ചേസ് കുറഞ്ഞേക്കും എന്നാണ് അനലിസ്റ്റുകളും അതുപോലെ തന്നെ കോൾ മിനിസ്ട്രിയും പറയുന്നത്. ഈ വർഷം മാത്രം കോൾ ഇന്ത്യ അതിൻ്റെ ടോപ്പ് 100 ക്ലയൻറ്റിന് 691 മില്യൺ ടണ്ണിൻ്റെ കോളാണ് സപ്ലൈ ചെയ്തത്. പക്ഷേ ഈ ടോപ്പ് 100 ക്ലയൻറ്റുകൾക്ക് ഏകദേശം 404 മില്യൺ ടൺ ശേഷിയുള്ള കോൾ ഫീൽഡുകൾ ക്യാപ്റ്റീവ് സ്കീം വഴി ലഭിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് കോൾ ഇന്ത്യ വഴിയുള്ള കോൾ പർച്ചേസ് ഇടിയാനുള്ള സാധ്യത കൂടുന്നത്. വരും സമയങ്ങളിൽ പീക്ക് സമ്മറിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യക്ക് ഏകദേശം 250 ജിഗാവാട്ടിൻ്റെ എനർജി റിക്വയർമെൻ്റ് ഉണ്ട്. ഇത്രയും ഉയർന്ന എനർജി റിക്വയർമെൻറ്റ് കേറ്റർ ചെയ്യുന്നതിന് വേണ്ടി കോൾ വഴിയുള്ള എനർജി ജനറേഷൻ വർദ്ധിപ്പിക്കും. ഇത് എൻ്റയർ കോളിൻ്റെ ഡിമാൻഡ് കൂട്ടുമെന്നാണ് പല റിപ്പോർട്ടിലും പറയുന്നത്. ഇനി കോൾ ഇന്ത്യയെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റിലേക്ക് കടക്കാം. കോൾ ഇന്ത്യ എന്ന സ്റ്റോക്കിന് പല ബ്രോക്കേജുകളും ബൈ എന്ന റേറ്റിംഗും ഹയർ സൈഡിലെ ടാർഗറ്റും നൽകിയിട്ടുണ്ട്. SBI സെക്യൂരിറ്റീസ് കോൾ ഇന്ത്യയ്ക്ക് ബൈ എന്ന റേറ്റിംഗും 507 രൂപയുടെ ടാർഗറ്റും ആനന്ദ് റാട്ടി ബൈ എന്ന റേറ്റിംഗും 520 രൂപയുടെ ടാർഗറ്റും നൽകി. കോൾ ഇന്ത്യ എന്ന സ്റ്റോക്ക് ഇവിടെ നിന്നും 15% റിട്ടേൺ തരുമെന്നാണ് ഈ കമ്പനിയുടെ അനലിസ്റ്റുകൾ അല്ലെങ്കിൽ ഈ ബ്രോക്കേജ് ഏജൻസികൾ വിശ്വസിക്കുന്നത്.
ഈ ബ്രോക്കേജ് ഏജൻസികൾ ബൈ എന്ന റേറ്റിംഗും 15% അപ്സൈഡിലെ ടാർഗറ്റും നൽകിയതിന് പിന്നിലെ ചില റാഷണൽസ് മനസ്സിലാക്കാം. ഒന്നാമത്തേത് കോൾ ഇന്ത്യ എന്ന കമ്പനിയുടെ സ്ട്രോങ് പെർഫോമൻസ് ആണ്. 2024 വർഷത്തിൽ 773 മില്യൺ ടണ്ണിൻ്റെ കോൾ പ്രൊഡക്ഷനാണ് കമ്പനി നടത്തിയത്. ഇത് കഴിഞ്ഞ വർഷത്തേക്കാൾ 10% കൂടുതലാണ്. കോളിൻ്റെ സെയിൽസ് ഇയർ ഓൺ ഇയറിൽ 8.5% വർദ്ധിച്ച് 753 മില്യൺ ടണ്ണായി മാറിയിട്ടുണ്ട്. കൂടാതെ 2025 ഫിനാൻഷ്യൽ ഇയറിലെ കോൾ പ്രൊഡക്ഷൻ 838 മില്യൺ ടണ്ണും 2026 ഫിനാൻഷ്യൽ ഇയറിലെ കോൾ പ്രൊഡക്ഷൻ 1000 മില്യൺ ടണ്ണുമായി ഉയർത്താൻ കമ്പനി ലക്ഷ്യമിടുന്നു. രണ്ടാമത്തേത് മൈൻ ഡെവലപ്മെൻറ്റ് വഴി ഔട്ട്പുട്ട് എൻഹാൻസ് ചെയ്യാനുള്ള കോൾ ഇന്ത്യയുടെ പ്ലാനാണ്. ഫേസ് 1 വഴി 15 കോൾ മൈനുകളും ഫേസ് 2 വഴി 15 കോൾ മൈനുകളും കമ്പൈൻ ചെയ്ത് കോൾ ഇന്ത്യ ഫേസ് 1ൽ പ്രൊഡക്ഷൻ 173 മില്യൺ ടൺ പെർ ആനം എന്ന റേറ്റിലും ഫേസ് 2വിൽ 91 മില്യൺ ടൺ പെർ ആനം എന്ന റേറ്റിലും പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്നുണ്ട്. വരും സമയങ്ങളിൽ പവർ സെക്ടറിൽ നിന്നും ഫ്യൂവൽ സപ്ലൈ എഗ്രിമെൻറ്റ് വഴിയുള്ള ഡിമാൻഡ് വർദ്ധിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ വർദ്ധിക്കുന്ന ഡിമാൻഡ് കേറ്റർ ചെയ്യുന്നതിന് വേണ്ടിയാണ് പുതിയ കോൾ ഫീൽഡുകൾ അല്ലെങ്കിൽ കോൾ മൈനുകൾ കോൾ ഇന്ത്യ ഡെവലപ്പ് ചെയ്യുന്നത്. കോൾ ഇന്ത്യയെ സംബന്ധിക്കുന്ന മൂന്നാമത്തെ അപ്ഡേറ്റ്, കമ്പനി അതിൻ്റെ കോസ്റ്റ് കട്ടിംഗ് മെഷറുകളിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. അൺപ്രോഫിറ്റബിൾ ആയിട്ടുള്ള മൈനുകളുടെ പ്രവർത്തനം അവസാനിപ്പിച്ചു. അതുപോലെ തന്നെ വർക്ക് ഫോഴ്സിൻ്റെ പേയ്മെൻറ്റ് വഴിയുള്ള അല്ലെങ്കിൽ വർക്ക് ഫോഴ്സിൻ്റെ സ്ട്രെങ്ത് ഓരോ വർഷവും 5% എന്ന റേറ്റിൽ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതുവഴി 1 ടൺ കോൾ പ്രൊഡക്ഷൻ്റെ വർക്ക് ഫോഴ്സ് കോസ്റ്റ് 595 രൂപയായി കുറയ്ക്കാൻ കോൾ ഇന്ത്യക്ക് സാധിക്കും എന്നാണ് ആനന്ദ് റാട്ടി എന്ന ബ്രോക്കേജ് ഏജൻസി വിശ്വസിക്കുന്നത്. മറ്റൊരു അപ്ഡേറ്റ്, കമ്പനി മിഷനൈസേഷനിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഫസ്റ്റ് മൈൽ കണക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ 2029-30 ഫിനാൻഷ്യൽ ഇയറോടുകൂടി കമ്പനിയുടെ ബിസിനസ്സിൽ ഒരു ബൂസ്റ്റ് അല്ലെങ്കിൽ ഒരു ഉണർവ് പ്രതീക്ഷിച്ചേക്കാം. കോൾ ഇന്ത്യയുടെ ഏണിംഗ് ഔട്ട്ലുക്കും വളരെയധികം സ്ട്രോങ് ആണ്. നെറ്റ് പ്രോഫിറ്റ് 23.8% വർദ്ധിച്ചേക്കുമെന്ന് മോത്തിലാൽ ഒസ്വാളിൻ്റെ റിസർച്ച് അനലിസ്റ്റ് പറയുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ കമ്പനിയുടെ എബിറ്റ 13% CAGR വളരാനും സാധ്യതയുണ്ട്. ഇതൊക്കെ കോൾ ഇന്ത്യയെ സംബന്ധിക്കുന്ന പോസിറ്റീവ് ഫാക്റ്റുകളാണ്. കോൾ ഇന്ത്യ 444 ട്രേഡ് ചെയ്യുന്നു. 425 സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ട്, 475, 500 തുടങ്ങിയവയാണ് റെസിസ്റ്റൻസ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്